ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ കാക്കനാടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയേക്കാണ്. ചേട്ടന് 4 ദിവസം ലീവ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ചേട്ടനാണെങ്കിൽ ജോലി കഴിഞ്ഞ് എത്തിയതുള്ളൂ. ഇന്നാണെങ്കിൽ കുറച്ച് ലേറ്റായി, 6:30 ആവാറായി എത്തിയപ്പോൾ. അപ്പോൾ ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ. ഇവിടെയാണെങ്കിൽ നല്ല ബ്ലോക്കും പിന്നെ അതിൻ്റെ കൂടെ നല്ല മഴയുണ്ട്. അപ്പോൾ എപ്പോഴെത്താണെന്ന് അറിയില്ല. പിന്നെ ഞങ്ങളുടെ വീട് വരുന്നത് തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ ഇരിഞ്ഞാലോട ഭാഗത്താണ് ഞങ്ങളുടെ വീട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ചേട്ടൻ്റെ പെങ്ങളെ എടുക്കണം, ചേച്ചീനെ എടുക്കണം. ചേച്ചീനെയും പിള്ളേരൊക്കെ എടുത്തിട്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും പിള്ളേർക്ക് വെക്കേഷൻ ആണല്ലോ ഇപ്പോൾ. അപ്പോൾ ചേച്ചി കുറച്ച് ദിവസം നിൽക്കാൻ വരാമെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങളും വരുന്നതല്ലേ, അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിൽക്കാമെന്ന് വിചാരിച്ച് ചേച്ചി വരാമെന്ന് പറഞ്ഞു. ചേച്ചീനെ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. ഞങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചേച്ചിയാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കായിരുന്നു എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ലേറ്റും ആയി, പിന്നെ മഴയും, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ബ്ലോക്കും ഉണ്ടായിരുന്നു. പിള്ളേരാണെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ട് റെഡി ആയിട്ടിരിക്കായിരുന്നു. അവർക്കാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും കൂടി അത് രസമാണല്ലോ. അപ്പോൾ അവർക്ക് കുറേ നേരം റെഡി ആയിരുന്നു. അവർ മടുത്തു തുടങ്ങി. അതാണ് ചേച്ചി വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയി. ഇപ്പോൾ ചേച്ചിയുടെ അതെ, അവിടെ ചെന്നപ്പോൾ ഞങ്ങള് വർത്താനത്തിന്റെ ഇതില് ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ പിള്ളേര്, ചേച്ചിയും പിള്ളേർക്ക് വെക്കേഷൻ ആയ കാരണം കുറച്ച് ദിവസം നിൽക്കാന്ന് വെച്ച് വന്നതാണ്. അപ്പൊ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിൽ പോവാണ്. ഞങ്ങൾ എന്തായാലും ലേറ്റായി ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. 9 മണി 9:30 ആയി. അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാനായിട്ട് കയറി. പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പുറത്തുനിന്നൊക്കെ കഴിക്കാൻ. അവരങ്ങനെ കഴിക്കില്ല, എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് കയറി. ഇതാണ് കേട്ടോ ചേച്ചിയുടെ താഴെയുള്ള മോൻ, അച്ചൂസ് എന്നാണ് പേര്. അപ്പോൾ പൊറോട്ടയാണ് മേടിച്ചത്, പൊറോട്ടയും പിന്നെ ചില്ലി ചിക്കൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് ഇവൻ്റെ പേര് കണ്ണൻ എന്നാണ്, മൂത്തതാണ് ഇവൻ. അപ്പോൾ അവന് പൊറോട്ട എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്ക് അത് ഏറ്റവും ഇഷ്ടം പൊറോട്ടയാണ്. എന്നാൽ പിന്നെ പൊറോട്ട മേടിക്കാമെന്ന് വെച്ചാൽ പൊറോട്ട മേടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോഴാണ് പിള്ളേർ സ്പ്രിങ്കിൾസ് വേണമെന്ന് പറഞ്ഞ്, അതിപ്പോൾ ഇല്ല, അത് പിന്നെ മേടിച്ചരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു 9:30 9:45 ഞങ്ങളുടെ വീടെത്തി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ വീട്ടിലോട്ട് പോകുന്നത്. 1-2 ആഴ്ചയായി പോയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പരിപാടീസ് ഉണ്ട്. എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ എടുക്കുകയാണ്. ഈ മൂടി പുറച്ച് കിടന്ന് ഉറങ്ങുന്നത് വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ്. ഇവിടെയാണെങ്കിൽ ഭയങ്കര തണവാണ്, കുറേ മരങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തണവ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ അന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് മാത്രം നേരത്തെ എണീറ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വിളിക്കുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തതാണ്. അല്ലാതെ ഇത്ര നേരത്തെ ഒന്നും ചേട്ടൻ എണീക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എണീറ്റ് പുതപ്പൊക്കെ മടക്കി റെഡിയാക്കി സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ എണീറ്റപ്പോൾ ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. ആ സമയത്താണ് എണീറ്റത്. ഞങ്ങളാണെങ്കിൽ തലേന്ന് ഭയങ്കര ലേറ്റായിട്ട് കിടന്നത്. എല്ലാവരും വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു 10 മണിയായി. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് കിടന്നപ്പോൾ ഒരു 11 മണി 12 മണി എന്തായാലും ആയിട്ടുണ്ടാവും. അത് കാരണം എല്ലാവരും എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായിട്ടോ. എനിക്കാണെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ദിവസമായിരുന്നു. ഡോക്ടർ ചെക്കപ്പിന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതിന് പോകാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. ഞാനപ്പോൾ ഒന്ന് ബ്രഷ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ ബ്രഷ് ചെയ്തൊക്കെ വന്ന് ഒരു ചായ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായ ഇടാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും മാത്രമേ എണീറ്റുണ്ടായുള്ളൂ, വേറെ ആരും എണീറ്റുണ്ടായില്ല. ചായയൊക്കെ തിളച്ച് വന്നപ്പോഴേക്കും പിള്ളേർ എണീറ്റ് വന്നു. അവർ ഇന്ന് എന്താണെന്നറിയില്ല, നേരത്തെ എണീറ്റ് രണ്ടാളും. അല്ലെങ്കിൽ അച്ചൂസ് എണീക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവാറുണ്ട്. കണ്ണൻ പിന്നെ നേരത്തെ എണീക്കും. അവനങ്ങനെ നേരത്തെ എണീറ്റ് ശീലമുണ്ടല്ലോ, സ്കൂളിൽ പോകുന്ന കാരണം നേരത്തെ എണീറ്റ് ശീലമുണ്ട് അവന്. അപ്പം ഞാനും ചേട്ടനും കൂടെ ചായ കുടിക്കുകയാണ്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി കഴിച്ച് അങ്ങനെ ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു ഞങ്ങളുടെ. പിള്ളേർ ഇവിടെ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് കഴിഞ്ഞ് കുളിക്കാനായിട്ട് പോയി. അതിൻ്റെ ഇടയിൽ ചേട്ടനും പിള്ളേരും കൂടെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ചപ്പാത്തിയും മുട്ടയൊക്കെ വെച്ചിട്ട് എന്തോ എയർ ഫ്രയറിൽ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അന്ന് ഭയങ്കര മഴ ദിവസമായിരുന്നു. അപ്പോൾ കണ്ണൻ മഴയൊക്കെ നോക്കി ഈ സാധനം സെറ്റാവുന്നത് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ.
പിന്നെ ഇത് ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങുന്നതാണ് കേട്ടോ. ഇതൊക്കെ ചേട്ടൻ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു, എനിക്കറിയണ്ടായില്ല. അപ്പം ഞാൻ എന്തോ പറയാണ്, എന്തിനാ ഷൂട്ട് ചെയ്യണേ, ക്യാമറ ഓഫാക്കാനായിട്ട് പറയാണ്. അപ്പോൾ ഗച്ചൂസ് ഓടിയെത്തി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്തോ അലമാരയൊക്കെ തുറന്ന് എന്തോ സംഭവം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ചപ്പാത്തിയും ബീഫും കേട്ടോ അത് കഴിച്ച് ഞങ്ങൾ ഇറങ്ങാനുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോഴേക്കും ചേച്ചിയും മമ്മി എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമായിരുന്നു കേട്ടോ. കണ്ണനാണെങ്കിൽ ഭയങ്കര നാണാണ്. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നിരിക്കടാ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇല്ല, ഭയങ്കര നാണം വന്നിട്ടാണ് അവൻ കഴിക്കണ്ടായിരുന്നത്. അവനാണെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര നാണാണ്. അവന് ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ മുമ്പത്തെ വീഡിയോസും റീൽസൊക്കെ അവനാണ് എടുത്തു തരാറ്. പക്ഷെ അവൻ ക്യാമറയുടെ മുമ്പിൽ വരില്ല, പിന്നിൽ നിന്ന് എല്ലാം ചെയ്യാനാണ് അവന് ഇഷ്ടം. പിന്നെ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല, ചേച്ചിക്ക് അത് ഭയങ്കര നാണാണ്. അത് കാരണമാണ് ചേച്ചി ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കാണ്ടിരുന്നത്. ഞാൻ പിന്നെ അച്ചൂസിനെ വിളിക്കണ്ടായിരുന്നു വരാനായിട്ട്. അവനും അതെ നാണായിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് അവൻ വന്നപ്പോൾ ചേട്ടൻ പറയായിരുന്നു കണ്ണൻ്റെ അടുത്ത്, അനിയന് ഇത് വെച്ച് കൊടുക്കടാ, ചപ്പാത്തി വെച്ച് കൊടുക്കടാ. അപ്പം അവൻ വേണ്ട, എന്തിട്ട് കറിയത്, ആരുണ്ടാക്കിയെന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ അതിനെല്ലാവരും ഇരുന്ന് ചിരിക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാനും കണ്ണനും മാത്രമാണ് വെട്ടി വീഴണേ, വേറെ ആരുമില്ല. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടനും വന്നിരിക്കി. അങ്ങനെ ചേട്ടനും വന്നിരുന്ന് ഞങ്ങളെല്ലാവരും കഴിച്ച് വേഗം ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻ പറഞ്ഞു അവൻ വീഡിയോ എടുത്തു തരാം. അപ്പോൾ അങ്ങനെ അവൻ്റെ ഞങ്ങൾ ഫോൺ കൊടുത്തു, അവനാണ് പിന്നെ വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് വേഗം ഇറങ്ങി. അച്ചൂസും ചേച്ചിയും പുറത്തേക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കണേ. രാവിലെ എണീറ്റതൊക്കെ എടുത്തു, പിന്നെ ഞങ്ങൾ കുറച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോണ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ വീടിൻ്റെ അടുത്താണ് ഹോസ്പിറ്റലിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പോവാണ്. ഇന്നും അതേ നല്ല മഴ ദിവസമാണ്, ഇറങ്ങിയതും നല്ല മഴയാണ്. അപ്പോൾ ഇന്നും അതെ ഞങ്ങൾ ഇങ്ങോട്ട് പോകാൻ റെഡി ആയത്. ഞങ്ങൾ ലേറ്റ് ആവാണ്ട് ഇറങ്ങാറില്ല, ഇന്ന് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 10 മണിക്ക് ഡോക്ടർ അവിടേക്ക് വരാൻ പറഞ്ഞതാണ്. ഇപ്പൊ 10 മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണത്. ഞങ്ങളുടെ എല്ലാ കാര്യം ഇങ്ങനെ തന്നെയാണ്. ചേട്ടൻ ഭയങ്കര ലേറ്റ്, എന്താ ചെയ്യാ, ഒന്നിനൊരു രാവിലെ തന്നെ നല്ല മഴയാണ്. എങ്ങോട്ടെങ്കിലും പോവാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് പോവും. അപ്പൊ ഇന്ന് നല്ല മഴ ദിവസം തന്നെയാണ്, നല്ല മഴക്കാരൊക്കെ ഉണ്ട്. മഴ കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോവാൻ തോന്നില്ല അല്ലേ? അതെ അതെ, മഴ പെട്ടെന്ന് പെയ്ത് തീരാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് ചാരിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭയങ്കര വള്ളിയാണ്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു മഴ പെയ്ത് അപ്പൊ തന്നെ അവസാനിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. നമ്മൾ എവിടേക്ക് പോയാലും നമുക്ക് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. നമ്മ പോകുന്നത് ഇപ്പൊ പട്ടയപ്പാട് സെന്റർ കഴിഞ്ഞു, ഈ പള്ളിക്കപ്പാടം കൂടി വെളയനാട് കപ്പോള കഴിഞ്ഞ് നേരെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അണ്ണാണിക്കുളത്ത് വന്ന് കയറാം. അതുവഴി നാലക്കുടയ്ക്ക് കയറാനാണ് ഞങ്ങളുടെ പ്ലാൻ. അതാവുമ്പോൾ കുറച്ച് എളുപ്പമുണ്ട്. പിന്നെ നാലക്കുടയ്ക്ക് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് ബ്ലോക്കിലേക്കുള്ള വഴിയാണ്. വെള്ളാങ്ങല്ലൊരു ബ്ലോക്ക്, പിന്നെ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. നേരെ പോയി കഴിഞ്ഞാൽ വെളയനാട് കപ്പോള. പള്ളി ഉണ്ടല്ലോ അവിടെ, അത് പഴയ പള്ളി താഴത്താണ്, അത് കാണാൻ പറ്റില്ല. വെളയനാട് പഴയ പള്ളി ഭയങ്കര ഫേമസ് ആണ്. വെളയനാട്ടമ്മയുടെ കുറെ പേര് ഇങ്ങോട്ട് തീർത്ഥാടനമൊക്കെ വരാറുള്ളതാണ്. ഞങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്, കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ പള്ളി. അപ്പൊ ആ പള്ളി കാണാൻ പറ്റില്ല, പുതിയ പള്ളി കാണിച്ചു തരാം. പുതിയ പള്ളി ഇപ്പൊ പണി നടക്കാൻ തോന്നുന്നുണ്ടല്ലേ? ശിലാസ്ഥാപനം 15-ാം തീയതി. മഴ കൂടി കൂടി വരാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മള് സാധാരണ എന്ന പോലെ ഉള്ളി കയറ്റി ഇടാം. എങ്ങനെയാണോ, നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ വെളയനാട് പള്ളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ? അപ്പോൾ ഇതാണ് വെളയനാട് പള്ളി. ഇപ്പോൾ ഈ പള്ളി പൊളിച്ചിട്ടാണ് പുതിയ പള്ളി പണിയാൻ പോകുന്നത്. പുതിയ പള്ളി പണിയാൻ പോകുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. പണിയാൻ പോകുന്ന സ്ഥലം വരുന്നത് ഇതാണ് കേട്ടോ. ഇവിടെയാണ് പുതിയ പള്ളി പണിയാൻ പോകുന്നത്. അപ്പൊ ഞങ്ങള് ഇരിഞ്ഞാലക്കുട എത്താറായിട്ടുണ്ട്. ഇനി ഇവിടുന്നുണ്ട് വഴിയുണ്ട്. ഇനി ഇവിടുന്ന് എന്തോരുണ്ട്,
എത്തണ്ടേ? ഉണ്ടാവും, ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു. എന്റെ ഹോസ്പിറ്റലിൽ ശരിക്കും വരുന്നത് ചേർപ്പിലാണ് കേട്ടോ. എന്റെ വീട്ടിൽ നിന്നാകുമ്പോ 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് എത്താം. ഇവിടുന്ന് വഴിയുണ്ട്. കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇവളുടെ അടുത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ 9ാം മാസം കഴിഞ്ഞ് അവിടെ കാണിക്കുമ്പോ അടുത്തല്ലേ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് അടുത്തായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങള് കാണിച്ചത്. അല്ലെങ്കിൽ ഞാൻ കൊണ്ടായാലും കാണിക്കുള്ളായിരുന്നു. ഞങ്ങൾ ഇവിടെ ആദ്യം ഇത് വിശേഷമായിപ്പോ ഞങ്ങൾ കാണിച്ചത് ഇവിടെ അടുത്ത് കുഴിക്കടിശ്ശേരില്ലേ, കുഴിക്കടിശ്ശേരിയിലായിരുന്നു. അവിടെ പിന്നെ ഡോക്ടറെ തന്നെ കാണിച്ചോണ്ടിരുന്നേ. പക്ഷെ പിന്നെ ഇവൾക്ക് ഇത് കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറെ മാറി കാണിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇവളുടെ ഒരു കംഫർട്ട് ആയിട്ട് ഇവിടെയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും തോന്നി. അപ്പൊ എന്നാ ശരി, എന്തായാലും ഇവരെന്തായാലും 9ാം മാസം കഴിഞ്ഞിട്ട് ഇവിടെ കാണിക്കാന്ന് പറഞ്ഞു. പിന്നെ ആദ്യമേ മുതൽ ഇവിടെ തന്നെ കാണിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഞാനപ്പോ അങ്ങനെ ഇവിടെ ഡിസിഷൻ എടുത്തു ഇവിടെ തന്നെ കാണിക്കാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ പള്ളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തോ കപ്പേള പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് വരുന്ന വഴി ഞങ്ങളൊരു ജാതിയൊക്കെ കണ്ടു. അതെന്തോ LDFൻ്റെ എന്തോ ജാതിയൊക്കെയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. മഴ അപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു, മഴയ്ക്ക് ഒരു തോർച്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇത്ര നാൾ കാക്കനാടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ലീവിന് വന്നതാണ്. അപ്പോൾ ഡോക്ടറെ കാണണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴി എൻ്റെ വീട്ടിലും കൂടി ഒന്ന് കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പപ്പയുടെ അടുത്ത് മമ്മിയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല അങ്ങോട്ട് വരുന്ന കാര്യം. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ പോയത്. എൻ്റെ അടുത്ത് മമ്മി ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വരുന്നില്ലേന്ന്. അപ്പം ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ വരുള്ളൂ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് സർപ്രൈസ് ആവുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞങ്ങൾ ഊരകം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് കാണുന്ന വഴിയാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്കുള്ള വഴി. ഇവിടെ നിന്ന് കുറച്ചുള്ളൂ, ഒരു 10 മിനിറ്റ് ഉള്ളൂ. പിന്നെ ഇവിടെ റോഡാണെങ്കിൽ ഭയങ്കര മോശമാണ് കേട്ടോ. ആകെ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഒരു സൈഡ് പൊളിച്ചിട്ട് കിടക്കുകയാണ് റോഡ് പണിയുടെ ഭാഗമായിട്ട്. ഒരു സൈഡ് മാത്രമാണ് നല്ല റോഡ്. ചേർപ്പ് എത്തിയിട്ടുണ്ട്. 10 മണിക്ക് എത്താൻ പറഞ്ഞതാണ്. 11 മണി. 11 മണി നേരില്ല, 10:45. 11 മണിന്ന് പറയാം. എന്തായാലും 40 മിനിറ്റ് ഒക്കെ ലേറ്റ് ആണോ? അതെ, തീരെ ലേറ്റ് അല്ല. നീ ലേറ്റ് ആക്കി കാരണം കൊണ്ടല്ലേ അല്ലെങ്കിൽ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാ. അതെടുത്തിട്ടില്ല, ഇതെടുത്തിട്ടില്ല, അതെടുത്തു ഇതെടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലേറ്റ് ആക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ചേട്ടനാണ് ലേറ്റ് ആയേ. ഞാൻ നേരത്തെ കൂട്ടി ഫുഡും കഴിച്ച് എഴുന്നേറ്റ് അവിടെ വന്നിരുന്നു. കുഴപ്പമില്ല. എന്തായാലും ചേട്ടന് കുളിക്കാൻ കയറി കഴിഞ്ഞാ 1 മണിക്കൂറാ. അയ്യോ പൊന്നോ, ശരി, ഞാൻ ഒന്നും പറയണില്ലേ. ഇന്ന് കുളിക്കാണ്ട് തന്നെ ലേറ്റ് ആയി ചേട്ടൻ. ഇനി അങ്ങനെ പറഞ്ഞു. നേരത്തോടി കുളിച്ചെല്ലാം റെഡി ആയി നിൽക്കുന്നതാണ്. എത്താറായിട്ടുണ്ടെന്നായി. ഇവിടെ എത്തിയപ്പോ മഴ കുറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവിടെ മഴയായിരിക്കുന്നു. കൊടയില്ല, ഒന്നുമില്ല കയ്യില്. നീ ആ കൊട എടുക്കാഞ്ഞില്ലേടി? ആ ചെറുത് എടുത്തിട്ട് രണ്ടാൾക്ക് നിക്കാൻ പറ്റില്ല. പൂപ്പിനാനാണുള്ളത്, അതുള്ളത് ഇല്ലാത്തൊക്കെ കണക്കാ. അതാണ് പിന്നെ കൊണ്ടടക്കം എളുപ്പാണ്. അത് കൊണ്ടടക്കം എളുപ്പാ, പക്ഷെ ഒരു കാറ്റ് ഊതി കഴിഞ്ഞാൽ കൊണ്ടില്ല. കാറ്റില്ലല്ലോ ഇനി. കാറ്റില്ല. എന്തായാലും നിനക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം ആശുപത്രി കയറുന്ന സമയത്ത് മാത്രം. അതിന് മഴയില്ല, മഴയില്ലാത്തോണ്ട് ചൂടുള്ളൂ. പക്ഷെ അതൊക്കെ അതിനൊക്കെ നല്ലതാ. ഞങ്ങളുടെ ഈ കാറിന്റെ ഉള്ളിലത്തെ പട്ടി കുട്ടികളെ നോക്കണ്ട. തല ഒരു സ്ഥലത്ത്, ഹോട്ടലിൽ ഒരു സ്ഥലത്താണ്. അതിനൊരുമിച്ചിരിക്കാൻ ഇഷ്ടമില്ല. 2 ഭാഗമായിട്ടിരിക്കാനാ. അവര് ഒരുമിക്കില്ല, ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുള്ളൂ. അതങ്ങനെ ഇരിക്കുന്നവരോട് മനസ്സിലാവില്ല. പട്ടിക്കുട്ടി മനസ്സിലാവില്ല. ഒരാള് തെക്കോട്ടെ, ഒരാള് വടക്കോട്ടാ. എന്നൊട്ടിക്കണെന്ന് വിചാരിക്കും. ആ, ഈ വഴി ഇത് തന്നെയാണ്. പക്ഷേ വണ്ടി ഒന്ന് കയറിപ്പോട്ടെ. ഈ വഴി കൂടെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ എനിക്ക് പോയാവോ? ഇല്ലില്ല, അത് ഇതാണ് ഹോസ്പിറ്റൽ, രോഹിണി ഹോസ്പിറ്റൽ. പാർക്കിങ്ങിനൊക്കെ പറഞ്ഞോണ്ട് എഴുതിയിട്ടുണ്ട്. നമ്മളതിനുള്ളിൽ കയറ്റി നോക്കട്ടെ. അധികം വണ്ടികളൊന്നുമില്ല. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ കേട്ടോ.
അപ്പോൾ ഹോസ്പിറ്റലിൽ അന്ന് ചിത്തിരിയായിരുന്നു. അപ്പോൾ അന്ന് പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ഞാൻ കാർഡ് എടുക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അന്നാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു ഡോക്ടറെ കാണാൻ. കുറേ ഗർഭിണികൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആണെങ്കിൽ 6 ടോക്കൺ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. അവിടെ ഡോക്ടറെ കാണുന്നേക്കാൾ മുമ്പ് നമ്മുടെ BP ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ റൂമിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നഴ്സ് എൻ്റെ BP അതുപോലെ വെയിറ്റൊക്കെ അവിടെ ചെക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ പുറത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പുറത്തുനിന്ന് വീഡിയോ എടുക്കാമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് തോന്നുന്നു ആ കുട്ടിക്ക് ഭയങ്കര നാണമായി. ആ കുട്ടീനെ എടുക്കുന്നത് പോലെ അതിന് തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. അത് കാരണം ആളിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ BP ചെക്ക് ചെയ്യുകയാണെങ്കിലും ആളിടയ്ക്കൊക്കെ ഇങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ BP ഒക്കെ നോർമലായിരുന്നു. പിന്നെ അതുപോലെ വെയിറ്റൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇതാണ് എൻ്റെ വീട്ടിലോട്ടുള്ള വഴി. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു സ്കൂളിലാണ് ഞാൻ 1 മുതൽ 4 വരെ പഠിച്ചത്. ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂൾ. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്കൂൾ കാണുമ്പോൾ ഒരു നൊസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ നൊസ്റ്റ് വന്ന് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീടെത്തി. സ്കൂളിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കാറിൻ്റെ സൗണ്ട് കേട്ടതും മമ്മി വേഗം പുറത്തേക്ക് വന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ലേ. ഞങ്ങൾ പിന്നെ ഉച്ചനേരത്ത് എത്തിയത്. അപ്പോൾ വന്ന് കയറിയത് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മഴ പെയ്യുണ്ടായിരുന്നു. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വേറെ എവിടെയും കയറിയില്ല. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ വീട്ടിലോട്ടുള്ള യാത്രയാണ് കേട്ടോ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള റോഡാണ്. നല്ല ഒരു എന്താ പറയുക, ഭയങ്കര പ്രകൃതി രമണീയമായ റോഡാണ് കേട്ടോ. 2 സൈഡ് പാടമൊക്കെ ആയിട്ട്, 2 സൈഡ് പാടം, പിന്നെ അതിൻ്റെ ഇടയിൽ മഴ. അതുകൊണ്ട് നല്ല രസമുള്ള യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ പമ്പിലോട്ട് കയറി കേട്ടോ. പെട്രോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ പിന്നെ പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് പമ്പിലോട്ട് കയറി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേട്ടൻ എന്തോ ഒരു കമൻറ്റ് അടിച്ചു. അപ്പോൾ അതിനാണ് ഇങ്ങനെ ഇരുന്ന് ചിരിക്കണേ. അപ്പോൾ അവിടെ നിന്ന് പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഉള്ളതല്ല. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ള കാരണം എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. പിന്നെ ചേട്ടൻ കുറേ നാളായി പറയണേ പപ്സ് ഉണ്ടാക്കാം അല്ലെങ്കിൽ സമൂസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ റെഡിമെയ്ഡ് ഷീറ്റൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ പോയത് ചിക്കൻ മേടിക്കാനാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചിക്കൻ കൊണ്ട് ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിക്കൻ മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചേട്ടൻ്റെ കുറച്ച് വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് തന്നെയാണ് പോയത്. വേറെ എവിടെയും കയറിയില്ല. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടതും കണ്ണൻ അച്ഛൻ കൂടെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണല്ലോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു ഉച്ച തിരിഞ്ഞ് ഒരു 3:30-4 മണിയൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നേരെ ചായ വെച്ച് അത് കുടിക്കാൻ വേണ്ടി ഇരുന്നാണ് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. പിന്നെ എല്ലാവരും കൂടെ കിടപ്പായി. അപ്പോൾ ഞങ്ങൾ പോയി കിടന്നപ്പോൾ ചേച്ചിയും അച്ഛനും കൂടെ വന്നു. അങ്ങനെ എല്ലാവരും കൂടി വിശേഷമൊക്കെ പറഞ്ഞ് കണ്ണൻ ഉണ്ടായില്ലേ, കണ്ണൻ ടിവിയുടെ മുമ്പിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.